ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ എൻ്റെ ഒരു ലോങ് വീഡിയോ ആണ് ഇത്. ഞാൻ ഇന്ന് എന്നും ഡെയിലി പോകുന്ന ദേവാലയത്തിലല്ല ഇന്ന് ഞാൻ കുർബാന കാണാൻ പോയത്. അപ്പോൾ അവിടെ ദേവാലയത്തിൽ കുർബാന കഴിഞ്ഞപ്പം ഞാൻ എടുത്ത കുറച്ച് വീഡിയോകളാണ് ഇത്. കാണുന്നവർക്ക് എന്തായാലും കുറേയൊക്കെ ഒരു 90% ആൾക്കാർക്കും മനസ്സിലാവും ഇത് ഏത് ദേവാലയമാണ്. അറിയാവുന്നവർ ഏത് ദേവാലയമാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുമോ? എങ്കിൽ മനസ്സിലാവും എനിക്ക് ഇത് കാണുന്നുണ്ടെന്നും ആരൊക്കെയാണ് കാണുന്നതും ഒക്കെ. ഏകദേശം എന്തായാലും ഇതിൻ്റെ ഇടവക്കാർക്ക് എന്തായാലും മനസ്സിലാവും. ഏത് ദേവാലയമാണെന്ന് ഒത്തി കമൻറ്റ് എഴുതി കഴിഞ്ഞാൽ എല്ലാവരും കാണണം കേട്ടോ. നമ്മുടെ വിശുദ്ധമായ ഒരു ദേവാലയം, അവിടെ ഞാൻ പോയി. പിന്നെ കുർബാനയൊക്കെ കഴിഞ്ഞ് ഞാനൊരു കരുണക്കൊന്ത മുട്ടുമേൽ അൾത്താർ വരെ മുട്ടുമേൽ നീന്തിക്കൊണ്ട് ചെല്ലി, പിന്നെ ഈശോയുടെ അടുത്ത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ കുറച്ച് സമയം അവിടെ ചിലവഴിച്ചു. പിന്നെ പോന്നു. പിന്നെ ഇത് കണ്ട് ഇഷ്ടപ്പെടുന്ന എൻ്റെ പ്രിയ ദൈവമക്കളെ ഒന്ന് ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ എപ്പോഴും മിക്ക ചർച്ചിൽ ദേവാലയത്തിൽ ഇതുപോലെ ഒന്ന് പോയി ഈശോയുമായിട്ട് ഇരുന്നൊന്ന് പ്രാർത്ഥിച്ച് സംസാരിച്ച് ഒക്കെയാണ് ഞാൻ സാധാരണ പോരുന്നത്. അപ്പോൾ നമുക്കൊരു പ്രൈവസി ഉണ്ട്, ആരും ശല്യത്തിനില്ല, ഈശോയും നമ്മളും മാത്രം. അപ്പോൾ ഒത്തിരി കൊന്തയെല്ലാം പറ്റി, ഒത്തിരി വിശ്വാസ പ്രമാണം ചെല്ലാൻ പറ്റും, ഒത്തിരി കർണക്കൊന്തയെല്ലാം പറ്റും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്കിങ്ങനെ ഒറ്റയ്ക്ക് അവിടെ ഇരിക്കുമ്പോൾ, ഇപ്പം കുർബാനയുടെ ഇടയ്ക്ക് അത്രയ്ക്ക് നമുക്ക് എല്ലാം നമ്മുടെ പേഴ്സണൽ പ്രെയറൊന്നും ചെല്ലാൻ പറ്റത്തില്ലോ. ഇങ്ങനെയുള്ള അവസരങ്ങൾ നമുക്കെല്ലാം ചെയ്യാൻ പറ്റും. ഉള്ള കാര്യം പറഞ്ഞാൽ എനിക്കിത് മാത്രമേ ഉള്ളൂ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു സന്തോഷം. വേറെ ഒന്നിലും എനിക്കൊരു സന്തോഷവുമില്ല. ഇതൊക്കെ ചൊല്ലി കഴിയുമ്പോഴും ഇങ്ങനെ ഇരുന്ന് ഈശോയായിട്ട് സംസാരിച്ചൊക്കെ കഴിഞ്ഞാണ് നല്ലൊരു ഫീലുണ്ടാവുള്ളൂ. മനുഷ്യരെ കൊണ്ട് എന്നാ ചെയ്യാൻ പറ്റും? അവർ കേൾക്കും, കുറച്ച് അങ്ങോട്ട് മാറി പരിഹസിക്കും, അല്ലെങ്കിൽ ഇങ്ങോട്ട് മാറി ഗോസിപ്പ് പറയും, ഇതല്ലേ നടക്കുകയുള്ളൂ. ഏറ്റവും ബെറ്റർ അതങ്ങ് അവോയ്ഡാക്കുക. ഈ ചങ്കായ എൻ്റെ ഈശോയുടെ അടുത്ത് പോയി നമുക്ക് പറയാനുള്ള എല്ലാം പറഞ്ഞാൽ എന്തായാലും അതിനൊരു പ്രതിവിധി കാണിച്ചു. അതുകൊണ്ട് ഇതൊക്കെയാണ് എൻ്റെ ഒരു എപ്പോഴും ഉള്ള ഫ്രീ ടൈമിലും ഒക്കെ ഞാനിത് ചെയ്യുന്നത്. എനിക്ക് എപ്പോഴും ഇപ്പം ഫ്രീ ടൈമാണ്. ഇപ്പം ജോലിയൊന്നും ഇല്ലാതെ ഇരിക്കുമ്പോൾ ഇതല്ല ഏറ്റവും വലിയ ജോലി, നല്ലതല്ലേ. നമുക്കെല്ലാം വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന ആളായത് കേട്ടോ. ഈശോയുടെ അടുത്ത്, സ്വന്തം പൊന്നോമന പുത്രൻ്റെ അടുത്ത് ഏറ്റവും നമുക്ക് നേരിട്ട് പറയാൻ പറ്റിയത് അമ്മ വഴിയാണ്. നമ്മൾ സീറോ മലബാർക്കാരെല്ലാം നമ്മളങ്ങനെയാണ് വിശ്വസിക്കുന്നത് കൂടുതലും. മറ്റുള്ളവർ പറയുമായിരിക്കും അങ്ങനെയൊന്നുമല്ല, നമുക്ക് നേരിട്ട് ഈശോയോട് പറയാമെന്ന്. എന്നാന്ന് വെച്ചാൽ നമ്മൾ പാപികളാണ്. ഞാൻ ഏറ്റവും വലിയ പാപി കേട്ടോ. അതുകൊണ്ട് എനിക്ക് നേരിട്ട് പറയാനുള്ള യോഗ്യതയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മ വഴി ഈശോയിൽ എത്തിക്കുകയോ ചെയ്യുന്നു. അമ്മ ഈശോയിൽ എത്തിക്കും.
എന്തായാലും എല്ലാവരും ഇത് കണ്ടിട്ട് ഏത് ദേവാലയമാണെന്നൊന്ന് കമൻറ്റിൽ എഴുതണേ കേട്ടോ. എല്ലാ ഫ്രണ്ട്സിനും എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ ഓർക്കും, തീർച്ചയായിട്ടും ഞാൻ ഓർക്കുന്നുണ്ട്. ഞങ്ങൾ പ്രാർത്ഥന ചെല്ലുമ്പോഴൊക്കെ എല്ലാവരും സമർപ്പിച്ചാൽ പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ഹാവ് എ നൈസ് ഡേ, സ്റ്റേ ബ്ലെസ്ഡ്. ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. ഗോഡ് ബ്ലെസ് യു എവരി വൺ.